എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണോ ഇല്ലാത്ത വീഡിയോ ഇടാൻ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല കണ്ടന്റ് ഇത് ഇടണോ അത് ഇടണോ, നിങ്ങൾക്ക് വ്യൂസ് കൂട്ടും, അത് കൂട്ടും, ഇത് കൂട്ടും. തീർച്ചയായും ഞാൻ ഇവിടെ നിങ്ങൾ നോക്കി ഓരോ ചാനൽ നോക്കി എത്ര ചാനൽ ഇത് ഒന്നും വേണ്ട. നിങ്ങൾക്ക് മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഓൺലൈനിൽ ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കേണ്ടേ വേണ്ട. നിങ്ങൾ അതിന് ഫോട്ടോസ് എടുക്കുക, ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോസ് കുറച്ച് എഡിറ്റ് ചെയ്യുക, VN ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. VN ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യുക. ഈ ഫോട്ടോസ് എടുത്തിട്ട് കുറച്ച് എഫക്ട്സ് എല്ലാം കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക. ഞാൻ എങ്ങനെയാണെങ്കിലും വീഡിയോസ് ഫുൾ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് വാച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഫുള്ള് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആരൊക്കെയോ വീഡിയോസ് കട്ട് എടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ കോപ്പിറൈറ്റ് മേടിക്കേണ്ട ആവശ്യമുണ്ടല്ല. കോപ്പിറൈറ്റ് കെട്ടിയിട്ട് ചാനൽ മോണിറ്റൈസ് ആവാതിരിക്കുമ്പോൾ കൂടുതൽ ടെൻഷനാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ചാനൽ ഇത് ആക്കാൻ പറ്റുന്നില്ല, കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ബാക്കി എല്ലാവർക്കും കൂടുതൽ ആൾക്കാർ. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് പോലെ ചെയ്യണം നിങ്ങൾക്ക് ഒരാളും പറഞ്ഞു തരത്തില്ല. ഞാൻ കുറെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി, ഒരാളും പറഞ്ഞു തരുന്നില്ല കണ്ടന്റ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടം പോലെ കണ്ടന്റ് ഞാൻ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്നിട്ട് ഒരു 10 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. 10 മിനിറ്റ് വീഡിയോ നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ സക്സസ് ആണ്. നിങ്ങൾ അതില് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പേയ്മെന്റ് വരാൻ തുടങ്ങും. നിങ്ങൾ അത് ചെയ്യാണ്ട് നിങ്ങൾ വെറുതെ ഇല്ലാണ്ട് ഞാൻ എന്താണോ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ആലോചിക്കലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം, നല്ല ഇത് വ്യക്തമായിട്ട് ചെയ്യാം. അതിനുശേഷം അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളെ ചാനൽ ഏറ്റവും മുകളിൽ കയറിപ്പോകും. ഓക്കെ, എന്തില്ലെങ്കിൽ ഒരു 50,000 സബ്സ്ക്രൈബർ കിട്ടിയാൽ മതിയല്ലോ. ഒരു വീഡിയോക്ക് ഒരു മിനിമം ഒരു 10,000 3,000 വ്യൂസ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ തല ചൊറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. മെയിനത്ത് ചെയ്യാം. ഒരു ചാനല് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അതിൽ ഫോക്കസ് ചെയ്തതിനു ശേഷം ഞാനിപ്പോ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബറും പറഞ്ഞു തരാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ യൂട്യൂബിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, കണ്ടന്റ് തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഹാഷ്ടാഗ് മറ്റുള്ളവരെ ഹാഷ്ടാഗ് എങ്ങനെ കട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താം, നിങ്ങളെ വീഡിയോസ് എങ്ങനെ സെർച്ച് ലിസ്റ്റിൽ വരാം, ഇതൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. വാച്ച് ടൈം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അത് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നല്ല, ഉടായ്പിലൂടെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. അതിനുശേഷം നിങ്ങൾ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പെട്ടെന്ന്, എല്ലാം ഫാസ്റ്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ. അതിനുശേഷം നിങ്ങൾ അതേപോലെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അല്ലാണ്ട് ഈ വീഡിയോസിന് മാത്രം വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് കിട്ടുന്നതിന് ശേഷം നിങ്ങൾ ഇതില് മെനക്കെട്ടിരുന്നാൽ മതി. അതുവരെ നിങ്ങൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി പൈസ വരുന്നത് വരെ ചാനൽ എടുക്കാം. അതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യാം. ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതില് മീഷോ പോവാം. ഓക്കെ, മീഷോ ഓപ്പൺ ആക്കുന്നുണ്ട്. മീഷോ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതില് പരസ്യം വരുന്നുണ്ട്, പരസ്യം കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കാം. ഇങ്ങനത്തെ ഡ്രസ്സ്, ലേഡീസിന്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, ലേഡീസിന്റെ ഡ്രസ്സ് എടുക്കാം. ലേഡീസിന്റെ ഡ്രസ്സ് എടുത്തിട്ട് ഇത് നല്ല സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. ഓക്കെ, ഇത് വലുതാക്കിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് വേറെ ക്വാളിറ്റി വേറെ കളർ ഒക്കെ ഉണ്ടാവും. അതേ സെയിം ഡ്രസ്സ് വേറെ കളർ ഉണ്ടാവും. വേറെ കളർ എടുക്കുക, അതും സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം രണ്ടാമത് വേറെ കളർ വരും. അതേ സെയിം ഡ്രസ്സ് വേറെ കളർ കുറെ കളേഴ്സ് വരുമല്ലോ. ആ കളേഴ്സ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തെടുക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ടില്ല, ഫുള്ളായിട്ട് ഓരോന്ന് ബ്ലാക്ക്, റെഡ്, ഇതൊക്കെ ഡ്രസ്സ് വരുന്നുണ്ട്. പല ഡ്രസ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ്, നല്ല ടോപ്പ് അടിപൊളി ഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കുറച്ച് 4-5 സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പൊ ഞാനിത് കുറച്ച് ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പൊ 1, 2, 3, 4 എല്ലാം എടുത്തിട്ടില്ല, എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആയിട്ടില്ല. വേണമെങ്കിൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ഈ ഡ്രസ്സ് നേരെ എന്ത് ചെയ്യാ,
ഇതിപ്പോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത്, ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ഇതില് VN ആപ്പിലേക്ക് പോവാ. VN ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ. VN ആപ്പിൽ പോവാ. VN ആപ്പിൽ പോയിട്ട് ഇവിടുന്ന് നേരെ എന്ത് ചെയ്യാ, ഈ VN ആപ്പിൽ നിന്ന് നേരെ ഡയറക്റ്റ് ഇവിടെ പോയിട്ട് ഇത് ഇതിൽ പോവാ. ഇതിൽ പോയതിനു ശേഷം VN ആപ്പ് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, VN ആപ്പ് സിമ്പിൾ ആണ്, ഫ്രീ ആണ്, ഫുള്ള് ഫ്രീ ആണ്. ഒന്നും നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കംഫർട്ട് ആയ രീതിയിൽ ഷോർട്ട് വീഡിയോ ആർക്കും അറിയാത്തവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ, ഇതെടുക്കാം. അതിന് ശേഷം നിങ്ങൾ ഓരോ ഫോട്ടോസും ഇതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഫോട്ടോസ് ഇപ്പൊ ഞാൻ 7 ഫോട്ടോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 7 ഫോട്ടോസും ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ക്യാൻവ ഈ VN ആപ്പിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കാണിക്കും ഡ്രസ്സിന്റെ ഷോപ്പ്, ഏത് രീതിയിൽ ഇപ്പൊ ഓരോ ഷോപ്പ് ഡ്രസ്സിന്റെ ഇത് കാണിക്കുന്നുണ്ടല്ലോ. ഇതേപോലെ ഇത് പോകുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. ആ കാണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് വേറെ വീഡിയോസ് ക്യാമറ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് എല്ലാം ഇട്ടിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടാൽ മതി. എത്രയോ ചാനൽ ഞാൻ കാണിച്ചത് സൈഡിൽ കൊടുക്കുന്നുണ്ട്, എത്രയോ ചാനൽ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണം, കുറച്ച് വലുതാക്കണം, ക്രോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇതൊരു കാര്യം ചെയ്യാം, ഇത് ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ഫോട്ടോസ് മാത്രം ആക്കുന്നുണ്ട്. ഓക്കെ, ഒറ്റ സിംഗിൾ ഫോട്ടോസ് ആക്കി. അതിനുശേഷം ഞാൻ രണ്ടാമത് ഈ ഫോട്ടോസിനെ ഞാൻ ഡബിൾ ആക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഈ വീഡിയോസ് സിംഗിൾ ആക്കി. ഓക്കെ, ഇപ്പൊ ഇത് സിംഗിളായി. അതിന് ശേഷം നിങ്ങൾ മൂന്നാമത്തെ ഫോട്ടോ എടുക്കുക. മൂന്നാമത്തെ ഫോട്ടോ എടുത്തതിന് ശേഷവും ഇതിനെ കുറച്ച് വലുതാക്കുക, കുറച്ച് ചെറുതാക്കുക എന്ന് വേണമെങ്കിൽ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ക്രോപ്പ് എന്ന ഓപ്ഷൻ വരും. ഇവിടെ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫ്രീ ക്രോപ്പ് എടുക്കാം. ഫ്രീ ക്രോപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അത് ഓക്കെ കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ഫോട്ടോസ് എടുക്കാം. മൂന്നാമത്തെ ഫോട്ടോസ് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ഇതല്ല, കുറച്ചും കൂടി ഇതുള്ള ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഫോട്ടോസ് ആണെങ്കിൽ സിംഗിൾ എടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഇതിന് ഡബിൾ ഫോട്ടോസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതും എടുത്ത് അതിന് ശേഷം ഇപ്പുറത്തെ ഫോട്ടോ എടുക്കാം. അതിന് ശേഷം ഇതും അതേപോലെ ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വലുതാക്കാം, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് പോലെ അല്ലാതെ നിങ്ങൾക്ക് വേറെ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമല്ലോ, അതുപോലെ നിങ്ങൾ ചെയ്യാം. അതിനുശേഷം എല്ലാ ഫോട്ടോസും അതേപോലെ നിങ്ങൾ കുറച്ച് ക്രോപ്പ് ചെയ്തിട്ട് അതിനെ ഇത് ഷോർട്ട് ആക്കിയിട്ട് എടുക്കാം. ഫേസ് കാണുന്നത് ഇട്ടാലൊന്നും കുഴപ്പമില്ല കേട്ടോ, അത് ഫോട്ടോസ് ആണ്. ഫോട്ടോസിനെ വീഡിയോസ് പോലെ മോഡലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാണ്. ഓക്കെ, അതൊരു കുഴപ്പമില്ല. അതിനൊന്നും യൂട്യൂബിന് മോണിറ്റേഷൻ കിട്ടാത്തതിന് അതിന് പ്രശ്നമൊന്നുമില്ല. ഇത് വെറും ഫോട്ടോസ് ആണ്. ഓക്കെ, അതിനുശേഷം ഈ ലാസ്റ്റത്തെ ഇത് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഫോട്ടോസ് ഇട്ടല്ലോ, ഈ ഫോട്ടോസിന് എന്തെങ്കിലും എഫക്ട്സ് ആനിമേഷൻ കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കാം, ഏതാണ് വേണ്ട. ഓക്കെ, ഇത് കൊടുത്താൽ ഓക്കെ, കുറച്ചും കൂടി കാണാനൊരു ഇതുണ്ട്. അപ്പൊ ഈ വീഡിയോസ് വരുന്ന സമയത്ത് ഇങ്ങനെ വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഫോട്ടോസിന് അതേപോലെ ഒരു എഫക്ട്സ് കൊടുക്കാം. ഏത് എഫക്ട്സ് ആണ് കൊടുക്കുന്നത്? ഈ എഫക്ട്സ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, എന്നാ അതുമായി മൂന്നാമത്തെ ഫോട്ടോസ് എടുക്കാം. അതിനുശേഷം അതിനൊരു എഫക്ട്സ് കൊടുക്കാം. അതിന് എഫക്ട്സ് ഏത് കൊടുക്കുന്നത്? ഞാൻ ഏകദേശം ഇത് കൊടുക്കുന്നു. അത് ശരിയാവില്ല, ഇത് കൊടുക്കാം. അതും വേണ്ട, അത് കുറച്ച് ഇത് കൊടുക്കാം. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിനൊരു എഫക്ട്സ് കൊടുക്കാം. ഇതിന് എഫക്ട്സ് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു സെലക്ട് ചെയ്യുന്നത് എഫക്ട്സ് കൊടുക്കുന്നത് ഇത് കൊടുത്താൽ എങ്ങനെയുണ്ട്? ഇത് ഓക്കെ, കുറച്ചും കൂടി ഒരു ബ്ലറായിട്ട് കാണിക്കുന്നു, കുഴപ്പമില്ല. എന്നാലും ഇതിനൊരു എഫക്ട്സ് കൊടുക്കാം. ഇതിന് എഫക്ട്സ് കൊടുക്കുന്നത് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു എഫക്ട്സ് കൊടുക്കാം. ഓക്കെ, കൊടുത്തു ഞാൻ. അതിനുശേഷം ഇതിനൊരു എഫക്ട്സ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിന് എഫക്ട്സ് ഞാൻ കൊടുക്കുന്നത് ഏതാണ്? കാണാത്ത പോലത്തെ എഫക്ട്സ് കൊടുത്തുവിടാം കേട്ടോ. ഒരു ഇതില്ലാത്ത പോലത്തെ ക്വാളിറ്റി വേണം.
വീഡിയോക്ക് കാണുന്നവർക്ക് ക്വാളിറ്റി വേണം. അപ്പൊ അതിന് ആ മോഡൽ എഫക്ട്സ് കൊടുത്താൽ മതി. ബ്ലറഡ് ആയിട്ടുള്ള കുറച്ച് ഇതായിട്ടുള്ള എഫക്ട്സ് കൊടുക്കരുത്. ഓക്കെ, അതിന് ശേഷം ഇത് ഓക്കെ ഇത് കുഴപ്പമില്ല. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് എങ്ങനെയാണോ ട്രാൻസ്ഫർ ആവേണ്ടത് എന്ന് വെച്ചിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ആവേണ്ട ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ ആൾ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോയിലേക്കും അത് ഓൾറെഡി ആൾ അപ്ലൈഡ് ആയി കഴിഞ്ഞു, ഓളായി. ഓക്കെ, ആളായതിനു ശേഷം ഇത് നേരെ എന്ത് ചെയ്യാം, ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഇപ്പൊ ഈ ഓരോ വീഡിയോസും ഓരോ ഫോട്ടോസും കറക്റ്റ് ആയിട്ട് അതേപോലെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അത് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ പരിപാടി, വേറെ ഒന്നും ചെയ്യാനില്ല, കഴിഞ്ഞു. നേരെ ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് അപ്ലോഡ് എന്തോ ബട്ടൺ വന്നിട്ടുണ്ട് അവിടെ, അത് ചെയ്യാം. അതിനുശേഷം ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പം സേവ് വീഡിയോ സേവ് ആയി. ഇത് പരസ്യം അത് ഒഴിവാക്കാം, അത് പരസ്യം വരുന്നുണ്ട്, അത് പരസ്യം ഒഴിവാക്കാം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഡെന്ന് കൊടുത്ത് അതിന് ശേഷം ഡെന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ യൂട്യൂബ് ചാനലിൽ വരാം. യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല, ഞാൻ ഏകദേശം കാണിക്കുന്നത് ഷോർട്ട് എടുക്കാം. ഷോർട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഷോർട്ട് വരുമല്ലോ. ആദ്യം ഞാൻ അതിന്റെ ഓഡിയോ കട്ട് ചെയ്യട്ടെ. ഓൾറെഡി ഷോർട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ട്രെൻഡിങ്, ലൈവ്, സബ്സ്ക്രിപ്ഷൻ 3 ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചാനലിലുള്ള അവരുടെ ഷോർട്സ് വേണമെങ്കിൽ അങ്ങനെ വരും. ലൈവ് വേണമെങ്കിൽ ലൈവിൽ വരുന്ന ആൾക്കാരുടെ ഇത് കാണിക്കും. ട്രെൻഡിങ്, അതിന് ശേഷം ഒരു ട്രെൻഡിങ് എന്ന് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രെൻഡിങ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ട്രെൻഡിങ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എടുക്കാം. അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കും ട്രെൻഡിങ്ങിലുള്ള സോങ്സ്, അതിൽ വരുന്ന ഇത് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, എത്ര ഇത് ഷോർട്സ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സോങ്ങിന് വേണ്ടിയിട്ട്. ഈ സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോങ് ഓൾറെഡി ഞാൻ കട്ട് ചെയ്യാണ്. ഇതാണ് അതിന്റെ സോങ്. ഓക്കെ, സോങ് അല്ല, ഇതൊരു എന്തോ ഇതാണ്. ഓക്കെ, ആപ്പിക്കോ അതാണ് നന്ന പച്ച എന്ന് പറയുന്ന സോങ് ആണ്. ഓക്കെ, അത് നേരെ എന്ത് ചെയ്യാം, ഇത് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സോങ് വേണമെങ്കിൽ അല്ലെങ്കിൽ വേറെ സോങ് ഉണ്ട്, ട്രെൻഡിങ് ഉള്ള സോങ് എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞത്, ഞാൻ കൂടുതൽ വലിച്ചിട്ടുന്നില്ല. ഇതെടുക്കാം. അതിന് ശേഷം നേരെ എന്ത് ചെയ്യാ, ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ഇവിടെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ടല്ലേ സൈഡില്, ഈ താഴത്ത്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഫുൾ ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ നിങ്ങൾ ചെയ്ത വീഡിയോ ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്ത വീഡിയോ. ഓക്കെ, ഈ വീഡിയോ എടുത്ത് നേരെ അതിലേക്ക് ഇടാം. ഏതിലേക്ക്, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം യൂട്യൂബിൽ അത് വന്നു ആനന പാച്ചി എന്ന് പറയുന്ന സോങ്. ഓക്കെ, അതിനുശേഷം ഈ സോങ് വന്നു. നിങ്ങൾക്ക് അത് ഇത് ഞാൻ ഹൈഡ് ചെയ്തിട്ട് ഫേസ് ഹൈഡ് ചെയ്തില്ല. ഓക്കെ, അത് നേരെ എടുക്കാം. ഇതിന് ശേഷം ഡെന്ന് കൊടുക്കാം. ഡെന്ന് കൊടുത്ത് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സോങ് വേണമെങ്കിൽ അല്ലെങ്കിൽ വേറെ സോങ് ഉണ്ട്, ട്രെൻഡിങ് ഉള്ള സോങ് എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞത്, ഞാൻ കൂടുതൽ വലിച്ചിട്ടുന്നില്ല. ഇതെടുക്കാം. അതിന് ശേഷം നേരെ എന്ത് ചെയ്യാ, ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ഇവിടെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ടല്ലേ സൈഡില്, ഈ താഴത്ത്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഫുൾ ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ നിങ്ങൾ ചെയ്ത വീഡിയോ ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്ത വീഡിയോ. ഓക്കെ, ഈ വീഡിയോ എടുത്ത് നേരെ അതിലേക്ക് ഇടാം. ഏതിലേക്ക്, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളെ ടൈറ്റിൽ കൊടുക്കുക. ബ്യൂട്ടിഫുൾ ഡ്രസ് എന്നാ എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ടൈറ്റിൽ കൊടുക്കാനുള്ള ഉദ്ദേശിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഹാഷ് കൊടുക്കുക. ഹാഷ് കൊടുക്കുന്ന ഇത് ഫീമെയിൽ ഡ്രസ് എന്താണ്, ഇത് ഗൗണ്. ഓക്കെ, ഗൗൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഗൗൺ കൊടുക്കുക. അതിന് ശേഷം വേറൊരു ഹാഷ് കൊടുക്കുക. വേറൊരു ഹാഷ് കൊടുക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് മലയാളം എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കുക. ഞാൻ മലയാളം എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മലയാളം 3 മില്യൺ സെർച്ച് ചെയ്യുന്ന മലയാളം. ഓക്കെ, 3.9 മില്യൺ സെർച്ചിങ് ഉണ്ട്. അയാളെ കാണിക്കുമല്ലോ, നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കും. അതിന് ശേഷം നിങ്ങൾ വേറൊരു ഹാഷ് കൊടുക്കുക, കേരള എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളെ ചാനൽ മലയാളത്തിൽ മാത്രം കറങ്ങി നടക്കും.
കേരള 3.8 മില്യൺ സെർച്ചിങ് ലിസ്റ്റിലും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് കൊടുക്കാം. അതുമായി അതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഡ്രസ്സിന്റെ പേര്, ഗൗൺ ആണോ അല്ല ചുരിദാർ ആണോ നൈറ്റി ആണോ എന്താണോ അതിന്റെ ഇത്, ഞങ്ങൾക്ക് ഫുള്ള് പേരറിയില്ല, അതുകൊണ്ടാണ്. അതിനനുസരിച്ചിട്ട് ഇത് കൊടുക്കാം. പബ്ലിക് എന്ന് കാണിക്കും, പബ്ലിക് കൊടുക്കാം. അതിനുശേഷം ഇത് നോ ഫോർ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിട്ട് ഷോർട്ട് അപ്ലോഡ് ചെയ്യാണ്ട് നേരെ അപ്ലോഡ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്കിപ്പോ ഇത് ഈ വീഡിയോ വേണ്ട, എൻ്റെ ചാനൽ ഇതല്ല, അതുകൊണ്ട് ഞാനിപ്പോ ഇത് ചെയ്യുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങളൊന്നും ചെയ്യാനില്ല, അത്രേ ചെയ്യാണ്ടുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ അടിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എൻ്റെ ചാനൽ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനിയും ചെയ്യാനുള്ള എനിക്കൊരു പ്രചോദനമായിരിക്കും. എനിക്ക് ഇനിയും നിങ്ങൾക്ക് ടിപ്സുകൾ പറഞ്ഞു തരാനുള്ള ഒരു ആവേശം കൂടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, കമന്റ് ഇടുക. കമന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ അതിന്റെ നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ആണ് നെക്സ്റ്റ് വേണ്ടത് കമന്റ് ചെയ്യുക. അതിനുശേഷം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മറക്കരുത്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ.